പള്ളിവാളും കാൽച്ചിലമ്പും ചെണ്ടമേളത്തിന്റെ അകമ്പടിയും ഒക്കെയുള്ള ഒരു നൃത്ത ചുവടിലേക്കാണ്. പക്ഷേ ഈ നൃത്ത ചുവടുകൾ വയ്ക്കുന്നത് മനുഷ്യനല്ല എന്നുള്ളതാണ് ഇവിടുത്തെ കൗതുകം. റോബോട്ടിക് കരിങ്കാളി. പാലക്കാട് തൃത്താല ആലൂർ ചാമുണ്ടിക്കാവ് ഉത്സവത്തിനാണ് റോബോട്ടിക് കരിങ്കാളി എത്തിയത്. ഒറിജിനലിനെ വെല്ലുന്ന കരിങ്കാളി. ആലൂർ പൂരം കാണാനെത്തിയവർ റോബോട്ടിക് കരിങ്കാളിയെ കണ്ട് അത്ഭുതപ്പെട്ടു. ആദ്യമായാണ് ഉത്സവപ്പറമ്പുകളിൽ ഒരു റോബോട്ടിക് കരിങ്കാളി എത്തുന്നത്. ഉത്സവപ്പറമ്പുകളിലെ എഴുന്നള്ളിപ്പിന് റോബോട്ടിക് ആനകൾ ഈ അടുത്ത കാലത്ത് ട്രെൻഡായി മാറിയിരുന്നു. ഇതിനിടെയാണ് തൃത്താല ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രോത്സവത്തിന് റോബോട്ടിക് കരിങ്കാളി എത്തിയത്. കാൽച്ചിലമ്പും അരമണിയും കൈത്തോടയും തലയിൽ കുരുത്തോല കിരീടവുമായി മനുഷ്യർ വേഷമെടുക്കുന്ന ഒറിജിനൽ കരിങ്കാളികളെ വെല്ലുന്നതാണ് ആലൂരിലെത്തിയ റോബോട്ട് കരിങ്കാളിയും. എടപ്പാൾ പോട്ടൂർ മണ്ടകപ്പറമ്പിൽ രഞ്ജീഷാണ് റോബോട്ടിക് കരിങ്കാളിയെ നിർമ്മിച്ചത്. സ്പോഞ്ച്, തുണി, പ്ലാസ്റ്റിക് പാത്രങ്ങൾ തുടങ്ങി വിവിധ പാഴ്വസ്തുക്കളാണ് രഞ്ജീഷിന്റെ കരവിരുതിൽ ജീവൻ തുളുമ്പുന്ന കരിങ്കാളിയായി മാറിയത്. ഏതാണ്ട് ഒരു 1.5 മാസത്തെ ചെയ്തൊരു വർക്കാണ്. നമ്മൾ സ്പോഞ്ച്, പ്ലേറ്റുകൾ, തുണി, കുറച്ച് പാഴ്വസ്തുക്കളൊക്കെ ചെയ്ത ഉള്ളിൽ വെൽഡിംഗ് ഫ്രെയിമൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തൊരു വർക്കാണ്. ചലിക്കുന്ന രൂപം നമ്മൾ ഗിയർ മോട്ടർ, വൈപ്പർ മോട്ടർ അതൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഒരു പരീക്ഷണ മോഡൽ ചെയ്താണ്. ഈ വർഷം 2025 ചെയ്തൊരു വർക്കാണ്. രഞ്ജീഷ് ചിത്രകാരനും ഡിസൈനറും പുല്ലാങ്കുഴൽ വാദകനുമാണ്. തെക്കേ മലബാർ മേഖലയിലുള്ള കാവുകളിലെയും അമ്പലങ്ങളിലെയും പൂരങ്ങളോടും വേലകളോടുമനുബന്ധിച്ചാണ് കരിങ്കാളി സാധാരണ കാണുന്നത്. ഉത്സവപ്പറമ്പുകൾ റോബോട്ടിക് ആനകളാലും റോബോട്ടിക് കരിങ്കാളികളാലും നിറയുന്ന കാലം വിദൂരമല്ലെന്ന് ഈ കാഴ്ചകൾ പറയും. ന്യൂസ് മലയാളം, പാലക്കാട്.